അനധികൃതമായി യുഎസിൽ കഴിയുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും തിരിച്ചു കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സഹകരിക്കാനും വ്യാപാര യുദ്ധം ഒഴിവാക്കാനുമാണ് ഇന്ത്യ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. 18,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ യുഎസിൽ ഉണ്ടെന്നാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവരെ യുഎസിൽ നിന്ന് തിരിച്ചയക്കണമെന്ന ധാരണയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ എണ്ണം കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. എങ്കിൽ പോലും യഥാർത്ഥ കണക്ക് ഇതിൽ കൂടുതൽ വരുമെന്നാണ് നിലനിൽക്കുന്ന സൂചനകൾ. അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ട്രംപ് ഭരണകൂടത്തോട് സഹകരിക്കാനും മറ്റ് തിരിച്ചടികൾ ഒഴിവാക്കാനുമാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. സഹകരണത്തിന് പകരമായി സ്റ്റുഡൻസ് വിസകളും വിദഗ്ധ തൊഴിലാളികൾക്കുള്ള H-1B പ്രോഗ്രാം ഉൾപ്പെടെയുള്ള നിയമപരമായ കുടിയേറ്റ സംവിധാനങ്ങൾ US സംരക്ഷിക്കുമെന്നാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രതീക്ഷ. കണക്കുകൾ അനുസരിച്ച് 2023 US അനുവദിച്ച 3,86,000 H-1B വിസകൾ 4/3 ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ്. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചു വിളിക്കുന്നതിനാൽ മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ കുടിയേറ്റ കരാറുകളെ ബാധിക്കുമെന്ന ആശങ്കയും കാര്യമായി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്തെ തൊഴിലില്ലായ്മ കണക്കിലെടുത്ത് നരേന്ദ്രമോദി സർക്കാർ സമീപ വർഷങ്ങളിൽ തായ്വാൻ, സൗദി അറേബ്യ, ജപ്പാൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി കുടിയേറ്റ കരാർ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിൽ അധികാരമേറ്റതോടെ 7,25,000 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1.4 കോടി കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതിയാണുള്ളത്. മതിയായ കുടിയേറ്റ രേഖകൾ ഇല്ലാത്തവരെ നാടുകടത്തുമെന്ന് ട്രംപ് ഉയർത്തുന്ന ഭീഷണി. കഴിഞ്ഞ വർഷം പ്യൂ റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരിൽ മെക്സിക്കോ, സാൽവദോർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞാൽ മൂന്നാമതാണ് ഇന്ത്യക്കാർ ഉള്ളത്. രേഖകൾ ശരിയാക്കാനുള്ള ഓട്ടത്തിലാണ് മിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരും ഇപ്പോൾ ഉള്ളത്. അമേരിക്കയിൽ 14 കോടി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2.5 കോടി പേരുണ്ടെന്ന് ട്രംപ് ഉന്നയിക്കുന്ന അവകാശവാദം. ഫ്ലോറിഡ, ടെക്സാസ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കുടിയേറ്റക്കാർ കൂടുതലും ഉൾപ്പെടുന്നത്. സ്കൂളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾ വരെ ഇക്കൂട്ടത്തിൽ അടങ്ങുന്നുണ്ട്. ഇവരെ എത്രയും വേഗം പിടികൂടി നാട്ടിലേക്ക് അയക്കണമെന്നായിരുന്നു ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യം പ്രഖ്യാപിച്ചത്. രേഖകളില്ലാത്ത വ്യക്തികളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കും സംഘടനകൾക്കും കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബൈഡന്റെ ഭരണകാലത്ത് കഴിഞ്ഞ വർഷം രേഖകളില്ലെന്ന പേരിൽ 1,500 ഇന്ത്യക്കാരെ US നാടുകടത്തിയിരുന്നു. H-1B വിസ പോലുള്ള താൽക്കാലിക വിസയിൽ അമേരിക്കയിൽ എത്തിയവരും ട്രംപിന്റെ തിരിച്ചുവരവിൽ കാര്യമായ പ്രതിസന്ധി നേരിടുന്നുണ്ട്. H-1B വിസയിൽ അമേരിക്കയിൽ എത്തി ജോലി ചെയ്യുന്നവരിൽ ഏറെയും ഇന്ത്യക്കാരാണ് ഉൾക്കൊള്ളുന്നത്. വിസ ചട്ടങ്ങൾ കർശനമാക്കുമെന്നാണ് ട്രംപ് നടത്തിയ പ്രഖ്യാപനം. 2023 അമേരിക്ക അനുവദിച്ച 3,86,000 H-1B വിസകളിലും 72% ഇന്ത്യൻ പൗരന്മാരായിരുന്നു.